السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ليس البر أن تولوا وجوهكم قبل المشرق والمغرب ولكن البر من آمن بالله واليوم الآخر والملائكة والكتاب والنبيين وآتى المال على حبه ذوي القربى واليتامى والمساكين وابن السبيل والسائلين وفي الرقاب وأقام الصلاة وآتى الزكاة والموفون بعهدهم إذا عاهدوا والصابرين في البأساء والضراء وحين البأس أولئك الذين صدقوا وأولئك هم المتقون. رب اشرح لي صدري ويسر لي أمري വഹലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ രഹസ്യത്തിലും പരസ്യത്തിലും ആളുകൾ കാണുമ്പോഴും ആളുകൾ കാണാത്തപ്പോഴുമെല്ലാം പടച്ച റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തൃപ്തിപ്പെട്ട രൂപത്തിൽ ഈ ചെറിയ ജീവിതം നയിക്കുന്ന, അങ്ങനെ മുത്തക്കിയായി ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ പടച്ച റബ്ബ് നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, എന്താണ് വിശ്വാസം എന്ന് പറയുന്നത്? വിശുദ്ധ ഖുർആൻ പറയുന്നു, വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ നന്മയാണ്.
വിശ്വാസമെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ പുണ്യമാണ്. വിശ്വാസമെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ സുകൃതമാണ്. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 177-ാമത്തെ വചനത്തിലൂടെ പറയാം, ലൈസൽ ബിർറ അൻ തുവല്ലു ഉജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ് വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ. ലൈസൽ ബിർറ അൻ തുവല്ലു ഉജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്. വിശുദ്ധ ഖുർആൻ പറയാം, നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിഞ്ഞുകൊണ്ട് കാട്ടിക്കൂട്ടുന്ന ചില പ്രവർത്തനങ്ങളുടെ പേരല്ല നന്മ എന്ന് പറഞ്ഞാൽ. വലാകിന്നൽ ബിർറ, നന്മയെന്ന് പറഞ്ഞാൽ എന്താണ്? മൻ ആമന, നന്മയെന്ന് പറഞ്ഞാൽ അത് വിശ്വാസമാണ്. എന്തിലുള്ള വിശ്വാസം? ബില്ലാഹി, അല്ലാഹുവിലുള്ള വിശ്വാസം. വൽ യൗമിൽ ആഖിരി, അന്ത്യദിനത്തിലുള്ള വിശ്വാസം. വൽ മലായികതി, മലക്കുകളിലുള്ള വിശ്വാസം. വൽ കിതാബി, വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം. വൻ നബീന, പ്രവാചകന്മാരിലുള്ള വിശ്വാസം. തുടർന്ന് ഏതാനും നന്മകൾ കൂടി പടച്ചറബ് ആയത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ നന്മ എണ്ണിയ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ആദ്യമായി പറഞ്ഞത് വിശ്വാസമാണെന്നാണ്. ഈ വിശ്വാസത്തിന് ചില ഫീലിങ്സുകളുണ്ട്, ചില അനുഭവങ്ങളുണ്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. അലാവത്തുൽ ഈമാൻ, ഈമാനിന് ചില മാധുര്യമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഈ ഈമാനിന്റെ മാധുര്യം നമുക്കറിയാം. ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് നല്ല മധുരം ഉണ്ടാകാറുണ്ട്. നമ്മുടെ കൂട്ടുകാരോടൊത്ത് കഴിയുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ പറയാറുണ്ട് സന്തോഷമുള്ള മധുരമുള്ള നിമിഷമെന്ന്. നമ്മുടെ മക്കളുടെ കൂടെ കുടുംബങ്ങളുടെ കൂടെ ഒക്കെ കഴിഞ്ഞുകൂടുന്ന സന്ദർഭത്തെ ജീവിതത്തിന്റെ മധുരമായ നിമിഷങ്ങളെന്ന് നമ്മൾ പറയാറുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, നിങ്ങളുടെ ഈമാനിനും എന്തുണ്ട്? മധുരമുണ്ട്. ആ ഈമാനിന്റെ മധുരം നിങ്ങൾ അനുഭവിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് 3 ഗുണങ്ങളുണ്ടായിരിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒന്നാമതായി പ്രവാചകൻ പഠിപ്പിച്ച ഗുണം, അൻ യകൂനല്ലാഹ വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ലോകത്തുള്ള ഏതിനേക്കാളും, നിങ്ങളുടെ പണത്തിനേക്കാളും സമ്പത്തിനേക്കാളും മക്കളെക്കാളും നിങ്ങളുടെ കച്ചവടത്തെക്കാളും നിങ്ങളുടെ സുഹൃത്തുക്കളെക്കാളും എന്തിനേക്കാളും ഉപരിയായി ഒരു മനുഷ്യന് അള്ളാഹും റസൂലും തൃപ്തിപ്പെട്ടവനായി മാറണം. ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിലെടുക്കുന്ന ഏതേത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും, അവന്റെ വിവാഹം കടന്നു വരുമ്പോഴും, അവൻ വീട് വെക്കുമ്പോഴും, അവൻ ജോലി തിരയുമ്പോഴും, അവൻ വാഹനം വാങ്ങുമ്പോഴും, അവൻ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും, അവൻ കച്ചവടത്തിൽ ഏർപ്പെടുമ്പോഴും കച്ചവടം തിരഞ്ഞെടുക്കുമ്പോഴും, ജോലിയിൽ ഏർപ്പെടുമ്പോഴും ജോലി തിരഞ്ഞെടുക്കുമ്പോഴും, ഏതേത് മേഖലകളിലും വിശ്വാസിക്ക് എന്തായിരിക്കണം? ഒന്നാമതായി അവൻ പ്രയോറിറ്റി കൊടുക്കുന്നത്, ഒന്നാമതായി അവൻ അള്ളാഹുവിന്റെയും റസൂലിന്റെയും വാക്കുകൾക്കായിരിക്കണം, ആ തീരുമാനങ്ങൾക്കായിരിക്കണം അവന് സ്ഥാനം കൊടുക്കേണ്ടത്. ഈ ഗുണമാണ് ഒരു വിശ്വാസിക്ക് ഈമാനിന്റെ മധുരം അനുഭവിക്കണമെങ്കിൽ ഒന്നാമതായി ആ വിശ്വാസിയിൽ ഉണ്ടായിരിക്കേണ്ട ഗുണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഒരു വിവാഹം നടക്കുന്ന വീട്ടില് ആ വിവാഹ പെണ്ണിനെ അണിയിച്ചൊരുക്കാൻ ആ വീട്ടുകാർ ഏറ്റവും നല്ല ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൊണ്ടുവരികയാണ്. സിനിമ ആർട്ടിസ്റ്റുകളൊക്കെ മേക്കപ്പ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവരുന്നു. നമുക്കറിയാം, ഇന്ന് വിവാഹങ്ങൾ എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങളും മേക്കപ്പുകൾക്കും വേണ്ടി വലിയ പണം ചെലവഴിക്കുന്ന, കളർഫുള്ളാക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ സമയത്ത് തന്റെ വീട്ടിലേക്ക് തന്റെ ബന്ധുക്കൾ കൊണ്ടുവന്ന ആ ഏറ്റവും നല്ല ആർട്ടിസ്റ്റിനോട് ആ വിവാഹ പെണ്ണ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നാളെ എനിക്ക് എൻ്റെ ജീവിതത്തിലെ നിർണായകമായ ഘട്ടമാണ്. ആ എൻ്റെ ജീവിതത്തിലെ നിർണായകമായ ഘട്ടത്തിൽ എനിക്ക് നമസ്കാരമുണ്ട്. ആ നമസ്കാരത്തിൽ എൻ്റെ റബ്ബിന്റെ മുന്നിൽ നാളെ എനിക്ക് സുജൂദ് ചെയ്യാനുള്ളതാണ്. നിങ്ങൾ ചെയ്യുന്ന ഈ മേക്കപ്പ് കാരണം നാളെ എനിക്ക് വദൂഹ് ചെയ്തുകൊണ്ട് നമസ്കരിക്കാൻ സാധ്യമല്ല എങ്കിൽ ആ മേക്കപ്പ് വേണ്ട എന്ന് ഒരു വിവാഹ പെണ്ണ് അവരോട് പറയുകയാണ്. അങ്ങനെ പറയാൻ പ്രിയപ്പെട്ടവരെ, അതാണ് റസൂലുള്ളാഹി പഠിപ്പിച്ച ഒരു ഈമാനിന്റെ മാധുര്യം അനുഭവിക്കണമെങ്കിൽ ഒന്നാമതായി ഉണ്ടാകേണ്ട ഗുണം. ആരൊക്കെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, അവിടെ അള്ളാഹുവിന്റെയും റസൂലിന്റെയും തീരുമാനം എന്താണോ അവിടെ ഞാൻ നിൽക്കുമെന്നുള്ള വാക്ക്.
നമുക്കറിയാം, ഒരു വിവാഹത്തിന്റെ വേളയിൽ ഒരു പെണ്ണിനോ ഒരു വധുവിനോ വരനോ അങ്ങനെ പറയണമെങ്കിൽ എത്രമാത്രം ഈമാനികമായ ശക്തി വേണം. കാരണം നമുക്കറിയാം, ആ സമയത്ത് നമ്മുടെ ബന്ധുക്കാരും വീട്ടുകാരും സുഹൃത്തുക്കളും ക്യാമറാന്മാരും ഗസ്റ്റുകളും എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ആ സന്ദർഭത്തിൽ നമുക്ക് പറഞ്ഞു തരാൻ എല്ലാവരും ഉണ്ടാവുക എന്താണ്? നമസ്കാരം ഇനിയുണ്ടല്ലോ, ഇനിയും നമസ്കരിക്കാമല്ലോ. പക്ഷെ കല്യാണം എന്ന് പറയുന്ന ഈ സന്ദർഭം ജീവിതത്തിൽ എപ്പോഴും കടന്നു വരുന്ന ഒരു മുഹൂർത്തമല്ല. ഈ സന്ദർഭത്തിൽ തൽക്കാലം നീ മേക്കപ്പ് ചെയ്യ്, തൽക്കാലം ഖളാക്ക് പിന്നെ നിസ്കരിക്കാം എന്ന് പറയാനാണ് ആളുകൾ ഉണ്ടാവുക. എങ്കിൽ ആ വധു അവിടെ പറഞ്ഞുവെന്നാണ് തൻ്റെ ജീവിതത്തിലെ പ്രിയപ്പെട്ടവരുടെ നമ്മുടെ ജീവിതത്തിലെ ഒരു നിർണായകമായ ഒരു ഘട്ടത്തിൽ അത്രയും അനുഗ്രഹം ചെയ്തു തന്ന തൻ്റെ റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യേണ്ട ആ നമസ്കാരം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഈ ഈമാനിന്റെ അലാവത്ത് അനുഭവിക്കാൻ, ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമതായി പറഞ്ഞ ആ ഗുണം നമ്മിലുണ്ടെങ്കിലേ മാത്രമേ പ്രിയപ്പെട്ടവരെ അവിടെ ആ തീരുമാനമെടുക്കാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിന്റെ മാധുര്യം അനുഭവിക്കണമെങ്കിൽ രണ്ടാമത്തെ ഗുണമായി പറഞ്ഞത് വൻ യുഹിബ്ബൽ മർഹ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. അവൻ അള്ളാഹുവിന് വേണ്ടി തൻ്റെ സഹോദരനെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ പല ആളുകളെ ഇഷ്ടപ്പെടാറുണ്ട്. പണത്തിന്റെ പേരിൽ ഇഷ്ടപ്പെടാറുണ്ട്, തറവാടിന്റെ പേരിൽ ഇഷ്ടപ്പെടാറുണ്ട്, നമ്മളെ ഏറ്റവും വലിയ കൂട്ടുകാരൻ എന്ന പേരിൽ ഇഷ്ടപ്പെടാറുണ്ട്, നമുക്കൊരുപാട് ഉപകാരങ്ങൾ ചെയ്തെന്ന ആളെന്ന പേരിൽ ഇഷ്ടപ്പെടാറുണ്ട്, നമ്മുടെ പാർട്ടിയുടെ നേതാവാണെന്ന പേരിൽ ഇഷ്ടപ്പെടാറുണ്ട്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിയിലെ നമ്മുടെ ഏറ്റവും നല്ല കളിക്കാരനാണെന്നുള്ള രൂപത്തിൽ ഇഷ്ടപ്പെടാറുണ്ട്. അങ്ങനെ പല രൂപത്തിലും നമ്മൾ ഇഷ്ടപ്പെടാറുണ്ട്. എന്നാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്ന ഇഷ്ടം എന്താണെന്നോ? അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ, അവൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവിനെ അനുസരിക്കുന്നു, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖിയായി അവൻ ജീവിക്കുന്നു എന്ന ഒരൊറ്റ കാരണത്താൽ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടാൻ കഴിയുന്ന ഒരു മനസ്സവൻ ഉണ്ടായിരിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവർ ഒരൊറ്റ ശരീരം പോലെയാണ്. ഒരു ശരീരത്തിൽ ഒരു മുള്ളു തറച്ചു, ആ ശരീരം പഴുക്കുകയും ആ ശരീരമാസകലം പനിക്കുകയും ചെയ്യും. അതുപോലെയാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖിയായ ഒരു വിശ്വാസിക്ക് ഒരു പ്രയാസം അനുഭവപ്പെട്ടാൽ അത് നിങ്ങളുടെ പ്രയാസമായി നിങ്ങൾക്ക് തോന്നണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു വിശ്വാസിയായ ഒരു മനുഷ്യൻ, അവൻ എത്ര പണമില്ലെങ്കിലും, അവനെത്ര ഭംഗിയില്ലെങ്കിലും, അവനെത്ര തറവാടില്ലെങ്കിലും, അവൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്ന ഒരൊറ്റ കാരണത്താൽ അവൻ ഇഷ്ടപ്പെടാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കും. ആർക്ക്? ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയുന്ന ഒരു യഥാർത്ഥ വിശ്വാസിക്ക്. ആ യഥാർത്ഥ വിശ്വാസം അവനുണ്ടെങ്കിൽ അവൻ ആ സ്വഭാവം ഉണ്ടായിരിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മൂന്നാമതായി റസൂലുള്ള പറയുകയാണ്, വൻ യുക്രിയാൻ യഹൂദ ഫിൽ കുഫർ കമാ യക്റു അൻ യുഖ്ദഫ ഫിന്നാർ. ഒരു മനുഷ്യൻ കുഫറിലേക്ക്, നിഷേധത്തിലേക്ക് നടന്നെടുക്കുന്നത്, അവനെ ഒരു തീയിലേക്ക് എടുത്തു വലിച്ചെറിയുന്നത് അവൻ എത്രമാത്രം വെറുക്കുന്നുവോ അത്രമാത്രം അവൻ വെറുത്തിരിക്കും എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നമ്മെ തടയുന്ന ഏതേത് സദസ്സുകളുണ്ടോ, ഏതേത് കാര്യങ്ങളുണ്ടോ, അവിടെ നിന്നൊക്കെ അവൻ അവന്റെ മനസ്സിനെ വലിച്ചെടുക്കും. ഏതുപോലെ നമ്മുടെ ഒരു മെഴുകുതിരിവട്ടത്തിൽ നമ്മുടെ കൈ എത്രമാത്രം വെക്കും? കുറച്ച് വെക്കും, പിന്നെ ചൂട് കൊണ്ട് വലിച്ചെടുക്കും. ഒരു ചൂടുള്ള പാത്രം നമ്മൾ എത്രമാത്രം പിടിക്കും? ഒരല്പസമയം പിടിക്കാൻ പറ്റും, പിന്നെ നമ്മൾ അതുപോലെ തന്നെയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കുന്ന നിഷേധത്തിന്റെ വഴികളിൽ നിന്ന് ഒരു യഥാർത്ഥ വിശ്വാസിക്ക് അവിടെ നിൽക്കാനോ അവിടെ കൂടുതൽ സമയം ചിലവഴിക്കാനോ അവന്റെ മനസ്സിനെ അവിടെ നിന്ന് പറിച്ചെടുക്കും. ഏതുപോലെ ഒരു തീയിൽ നിന്ന് അവന്റെ ശരീരത്തെ അവൻ പറിച്ചെടുക്കുന്നത് പോലെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു, വിശ്വാസമാണ് ഏറ്റവും വലിയ നന്മയെന്ന്. പ്രവാചകൻ പഠിപ്പിക്കുന്നു, ആ വിശ്വാസത്തിന് മാധുര്യമുണ്ടെന്ന്. ഹലാവത്തുൽ ഈമാൻ, ആ ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ നമ്മളിൽ 3 ഗുണങ്ങളുണ്ടെങ്കിൽ മാത്രമേ ആ ഈമാനിന്റെ മാധുര്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ജീവിതത്തിൽ 10ഉം 20ഉം 30ഉം 40ഉം 50ഉം 60ഉം വർഷങ്ങൾ ജീവിച്ച് പിന്നിട്ടവരായിരിക്കും നമ്മൾ പലരും. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പറയാൻ പറ്റുമോ
അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ഈ 3 ഗുണങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ടെന്ന് പറയാൻ നമുക്ക് സാധ്യമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭാഗ്യവാന്മാരാണ്. ദിവസവും 5 നേരം നമസ്കാരത്തിലും മറ്റുമായി നമ്മൾ നമ്മുടെ റബ്ബിനോട് നിദാ പ്രാർത്ഥിക്കുന്നത് ഈമാനോട് കൂടിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുള്ള ഈമാനോട് കൂടിയ ഒരു മരണം പ്രദാനം ചെയ്യണേ റബ്ബേ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയുന്ന ഈ റസൂലുള്ള പഠിപ്പിച്ച ഈ 3 ഗുണങ്ങളും ഇക്കാലമത്രയും ജീവിച്ചിട്ട് എന്നിലില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈമാനോടുകൂടിയ ഒരു മരണവുമായി റബ്ബിന്റെ സന്നിധിയിലേക്ക് പോകാൻ നമുക്ക് സാധ്യമാകുമോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടേ. എപ്പോഴാണ് നമുക്ക് ഈമാനിന്റെ ഒരു വിശ്വാസിക്ക് അവന്റെ വിശ്വാസത്തിന്റെ മാധുര്യം എപ്പോഴാണ് അനുഭവിക്കാൻ കഴിയുക? നമുക്കറിയാം, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്മുടെ പ്രിയപ്പെട്ട മാതാവ്, ആ മാതാവിന്റെ മരണവാർത്ത നമ്മൾ കേൾക്കുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു രംഗമാണ്. ആ സമയത്ത് ചെറുപ്പത്തിൽ തന്റെ മാതാവിനോട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മാതാവിന് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്നൊക്കെ ആഗ്രഹിച്ച് ജീവിതത്തിന്റെ തിരക്കിലും ഓട്ടത്തിനുമിടയ്ക്ക് അധികം ഒന്നും ചെയ്യാൻ കഴിയാതെ തന്റെ മാതാവ് വിട പറഞ്ഞു പോകുമ്പോൾ ഒരു മനുഷ്യൻ അങ്ങേയറ്റം സങ്കടത്തിലാകും. എനിക്ക് ഇനിയും ഒരുപാട് ചെയ്യാമായിരുന്നു, എൻ്റെ മാതാവിനോട് ഇത്രയൊന്നും ഞാൻ ചെയ്താൽ പോരാ, എൻ്റെ മാതാവ് എനിക്ക് ചെയ്തു തന്നതിന് ഇനിയും ഒരുപാട് ചെയ്യേണ്ടിയിരുന്നു എന്ന നിരാശ അവനിലുണ്ടാകുന്ന സമയത്ത്, അവനൊരു വിശ്വാസിയാണെങ്കിൽ, യഥാർത്ഥ ഈമാനുള്ള മനുഷ്യനാണെങ്കിൽ അവന്റെ വിശ്വാസം അവനോട് പറയും, അവന്റെ ഈമാൻ അവൻ ആശ്വാസമായി അവന് പറയും, ഇല്ല, നിന്റെ ഉമ്മ മരണപ്പെട്ടെങ്കിലും നിന്റെ മരണം വരെ നിന്റെ പ്രാർത്ഥനയ്ക്ക് നിന്റെ ഉമ്മ ആവശ്യക്കാരിയാണ്. നിന്റെ മാതാപിതാക്കൾ നിന്റെ മരണം വരെ നിന്റെ പ്രാർത്ഥനയ്ക്ക് കാത്തിരിക്കുകയാണ്. അവർ ബർസഖി ലോകത്താണെങ്കിലും ഓരോ നിമിഷവും നിന്റെ പ്രാർത്ഥനയ്ക്ക് നിന്റെ മാതാപിതാക്കൾ ആവശ്യക്കാരാണെന്നുള്ള ആ സമാധാനത്തിന്റെ ആശ്വാസത്തിന്റെ വാക്കായിരിക്കും ആ ഈമാനുള്ള മനുഷ്യന് വരിക. അതുകൊണ്ട് തന്നെ തൻ്റെ റൂഹ് വിട പറയുന്നത് വരെ തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സുണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് ചെറിയ മക്കളുടെ മരണം. നമ്മൾ ഓമനിച്ചു വളർത്തിയ, നമ്മളെ ഒന്ന് അങ്ങാടിയിലേക്ക് പോകാൻ സമ്മതിക്കാതെ, നമ്മളെ വീട്ടിലൊന്നും ഒറ്റയ്ക്കിരിക്കാൻ സമ്മതിക്കാതെ കൊഞ്ചിയും ലാളിച്ചും നമ്മൾ വളർത്തിയ പൊന്നോ മക്കളിൽ 2-3 വയസ്സ് പ്രായമുള്ള ആ മക്കൾ മരണപ്പെടുന്ന ഒരവസ്ഥ ആലോചിച്ച് നോക്കി. ഒരു പിതാവിന് എത്രമാത്രം സങ്കടം വരുത്തുന്ന ഒരു നിമിഷമായിരിക്കും. എന്നാൽ ആ പിതാവ് ഒരു ഈമാനുള്ള വിശ്വാസിയാണെങ്കിൽ, അവൻ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഈമാനുള്ള ഒരു വിശ്വാസിയാണെങ്കിൽ, അവന്റെ വിശ്വാസം അവന് ആശ്വാസമായി, സാന്ത്വനമായി, മധുരമായി അവനോട് പറയുന്ന വാക്കുണ്ട്. ആ ഖബറിന്റെ 6 അടി മണ്ണിലേക്ക് ആ മകളെ അവൻ ഇറക്കി വെക്കുന്ന സമയത്തും പട്ടുമത്തയിലേക്ക് ഇറക്കുന്ന പോലെ തൻ്റെ റബ്ബിനേക്കിതാ തൻ്റെ മക്കളെ ഏൽപ്പിക്കുന്നു. നാളെ പരലോകത്ത് വെച്ച് കണ്ടുമുട്ടാം എന്ന് പറഞ്ഞ് റബ്ബിലേക്ക് ഏൽപ്പിക്കുമ്പോൾ എത്ര സമാധാനമാണ് ആ പിതാവിന്. പ്രിയപ്പെട്ടവരെ, തലവേദന കൊണ്ട് ഡോക്ടറെ അടുത്ത് പോകുന്നു, ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യുന്നു, മാറി ടെസ്റ്റുകൾ ചെയ്ത് അവസാനം ഡോക്ടർ ടെസ്റ്റുകളുടെ റിപ്പോർട്ട് എടുത്ത് കൂടെയുള്ള ആളെ റൂമിലേക്ക് വിളിക്കുകയാണെങ്കിൽ, ആ വിളിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള ആളോട് പറയാണ്, 4th സ്റ്റേജ് ക്യാൻസർ കഴിഞ്ഞിട്ടുണ്ട്, ഇനി അധിക കാലൊന്നും നിങ്ങളെ ബന്ധു ജീവിച്ചിരിക്കില്ല എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ ഡോക്ടറുടെ മുറിയിലേക്ക് കയറി ചെന്നുകൊണ്ട്, ഡോക്ടറെ, ആ റിപ്പോർട്ടിലുള്ള പറയാനുള്ളത് എന്നോട് പറയാം, ഞാൻ കേൾക്കാം എന്ന് പറയുമ്പോൾ ആ ഡോക്ടർ പറയുകയാണ്, ഈ റിസൾട്ട് വെച്ചിട്ട് നിങ്ങൾക്കിനി ഏതാനും ദിവസമോ മാസമോ മാത്രമേ ജീവിക്കാനുള്ളൂ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് കേൾക്കാൻ എൻ്റെ റബ്ബ് നിശ്ചയിച്ച സമയമെത്തിയാൽ പോകേണ്ടവനാണെന്ന ബോധ്യത്തോടുകൂടി ജീവിച്ച ഒരു വിശ്വാസിക്കുന്നതും അവന്റെ വിശ്വാസം അവിടെ സാന്ത്വനമാകും. അവൻ തകർന്നു വീയില്ല, അവന്റെ വിശ്വാസം ആശ്വാസമായി കൂടെയുണ്ടാകും. ജീവിതത്തിന്റെ ചെറുപ്പം മുതൽ ഓടി നടന്ന് ഒരുപാട് പാടുപെട്ട് പടുത്തുയർത്തിയ ബിസിനസ് സാമ്രാജ്യം ചില സമയത്ത് തകർന്ന് തരിപ്പണമാകുന്ന രംഗങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇന്നലെ വരെ ബഹുമാനിച്ചു നിന്നിരുന്ന ആളുകൾ മുഴുവൻ കൊഞ്ഞനം കുത്തുന്ന സന്ദർഭം നമ്മൾ കാണാറുണ്ട്. ഇന്നലെ വരെ രാവിഷായി പണം ചിലവഴിച്ചിരുന്ന മനുഷ്യൻ കടക്കണിയിൽ കുടുങ്ങി മുഴുവൻ കടക്കാരായിക്കൊണ്ട് സ്വന്തം നാട്ടിൽ നിന്ന് മുങ്ങുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. പ്രിയപ്പെട്ടവരെ,
യഥാർത്ഥ വിശ്വാസമുള്ള ഈമാനുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ആ സമയത്തും അവന്റെ മുന്നിൽ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുന്നില്ല. അവന് ആശ്വാസമായി അവന്റെ ഈമാൻ ഉണ്ടാകും. അവന് ഈമാനിന്റെ മധുരം അനുഭവിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, മാരകമായ രോഗം വന്നാൽ നമുക്കറിയാം. മാരകമായ രോഗത്തിന്റെ പിടിപെട്ട് ഇനി ഏതാനും ദിവസങ്ങളെ ജീവിച്ചിരിക്കുള്ളൂ എന്ന് പറയുന്നൊരു സന്ദർഭം ഓർത്തു നോക്കേ. ഇന്ന് വരെ നമ്മളെ സന്തോഷിപ്പിച്ച നമ്മുടെ വീട്, നമ്മൾ ഒരുപാട് പ്ലാനുകളും ആസൂത്രണങ്ങളും ഒരുപാട് ഇന്റീരിയറും ഒക്കെ ചെയ്ത് വളരെ ഭംഗിയായി നമ്മളെ സന്തോഷിപ്പിച്ചിരുന്ന നമ്മുടെ വീട് നമ്മളെ വിഷമിപ്പിക്കുന്ന രംഗമായിരിക്കില്ലേ? നമ്മളെ സന്തോഷിപ്പിച്ച നമ്മളെ മക്കള്, നമ്മളെ വാഹനം, നമ്മളെ ബെഡ്റൂം, നമ്മളെ കട്ടില്, നമ്മുടെ മെത്ത, നമ്മുടെ തലയിണി, നമ്മുടെ മൊബൈൽ ഫോണ് പോലും നമ്മളെ സന്തോഷിപ്പിച്ചിരുന്ന ഈ കാര്യങ്ങളെല്ലാം ഇനി ദുനിയാവിലെ ഏതാനും നിമിഷം മാത്രമേ എനിക്ക് ജീവിക്കാനുള്ളൂ എന്ന് വിധി എഴുതുന്ന സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ, അതൊക്കെ നമ്മെ നോക്കി തിരിഞ്ഞു കുത്തുന്ന, നമ്മെ കരയിപ്പിക്കുന്ന, നമ്മെ വിഷമിപ്പിക്കുന്ന ഒരു രംഗമാണെങ്കിൽ യഥാർത്ഥ ഈമാനുള്ള മനുഷ്യന്റെ മനസ്സ് മന്ത്രിക്കുന്ന ആ ഈമാൻ അവൻ ആശ്വാസമായി സമാധാനമായി അവനോട് പറയുന്ന കാര്യമുണ്ട്. നിന്റെ ഈ വീട് വിട്ടാലും ശരി, ഇതിനേക്കാളും വലിയൊരു വീട് നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ഈ ചെറിയ സുഖാനുഭൂതികളുടെ ഈ ലോകം വിട്ടാലും അറ്റമില്ലാത്ത വലിയൊരു രോഗം നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ഈ ചെറിയ ഈ കട്ടില് നിന്നെ വിട്ടാലും ശരി, സ്വർഗത്തിലെ വലിയ കട്ടില് നിന്നെ കാത്തിരിക്കുന്നുണ്ട് എന്ന് സമാധാനത്തിന്റെ വാക്കുകൾ കേൾക്കാൻ പ്രിയപ്പെട്ടവരെ ഈമാനുള്ള മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ പറഞ്ഞ 3 ഗുണങ്ങളുണ്ടല്ലോ. ജീവിതത്തിന്റെ ഏതേത് മേഖലകളിലാണെങ്കിലും ശരി, അള്ളാഹു റസൂലുമാണ് എനിക്ക് ഏറ്റവും വലിയവൻ. അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഒരു തീരുമാനമുണ്ടെന്ന് പറഞ്ഞാൽ അതിനപ്പുറം ആരുണ്ടെങ്കിലും ഞാനില്ലെന്ന് പറയാൻ അവന് കഴിയും. എത്ര പണമില്ലാത്തവനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവനെ സ്നേഹിക്കാൻ എനിക്ക് കഴിയും. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കുന്ന ഒരു മാർഗത്തിലേക്ക്, ഒരു സദസ്സിലേക്ക് ആരൊക്കെ ഉണ്ടെങ്കിലും ആരൊക്കെ ക്ഷണിച്ചാലും ശരി, എനിക്കവിടെ നിൽക്കാൻ കഴിയില്ല. ഞാൻ അവിടെ നിന്ന് മാറി നിന്നിരിക്കും. ഈ 3 ഗുണങ്ങളുണ്ടെങ്കിൽ മാത്രമേ പ്രിയപ്പെട്ടവരെ ഈമാനിന്റെ ആ മാധുര്യം അനുഭവിക്കാൻ, ഏത് പ്രയാസത്തിലും പ്രതിസന്ധിയിലും ആ ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ നമുക്ക് കഴിയുള്ളൂ. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനെ ഹബീബ് റളിയല്ലാഹു അൻഹുവിന്റെ മുസൈലിമത്തുൽ കദ്ദാബിന്റെ അടുത്തേക്ക് ദൂതനായി പറഞ്ഞയക്കുക. അന്ന് ദൂതന്മാരെ പിടിച്ച് ബന്ദികളാക്കുന്ന സമ്പ്രദായമില്ല. പക്ഷേ മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകൻ ഹബീബ് റളിയല്ലാഹുവിനെ ബന്ധനസ്ഥനാക്കിക്കൊണ്ട് ക്രൂരമായി പീഡിപ്പിക്കുകയാണ്. എന്നിട്ട് പറയാണ്, നിന്റെ റസൂലിനെ, നിന്റെ പ്രവാചകനെ ഒന്ന് കയർത്ത് പറഞ്ഞാൽ, ഒന്ന് മോശമായി പറഞ്ഞാൽ മാത്രം മതി, നിന്നെ വിടാം എന്ന് പറയുമ്പോഴും ആ ഹബീബ് റളിയല്ലാഹു അൻഹു അവിടെ പ്രഖ്യാപിക്കുകയാണ്, ക്രൂരമായ അക്രമങ്ങൾ ഏൽക്കേണ്ടി വരുമെന്ന്. ശരീരത്തിന്റെ കാലിൽ നിന്നുള്ള മാംസം പച്ചക്ക് മുറിച്ചു മാറ്റുന്നു, രക്തം ഇങ്ങനെ ഉറ്റുന്നു. ആ വേദന സഹിച്ചുകൊണ്ടും എന്റെ റസൂലിനെ, എന്റെ രോമത്തിന്റെ ഒരു രോമത്തിന്റെ കണക്ക് പോലും, അത്ര നിസ്സാരമായി ഒന്ന് പോലും, ഒന്ന് മോശമായി ആലോചിക്കാൻ പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നീ കള്ളപ്രവാചകൻ, സധൈര്യം പ്രഖ്യാപിക്കുന്നു. ഈമാനാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ ക്രൂരമായി ആ മുസൈലിമത്തുൽ കദ്ദാബ് ഹബീബ് റളിയല്ലാഹു അൻഹു ക്രൂരമായി അംഗവിച്ഛേദം ചെയ്തുകൊണ്ട്, കൊന്ന് കൈയും കാലുമൊക്കെ വിച്ഛേദം ചെയ്തുകൊണ്ട് ക്രൂരമായി പിടിച്ചുകൊണ്ട് ടൗണിൽ തൂക്കുകയാണ്. അങ്ങനെ ചെറുപ്രായക്കാരനായ തന്റെ മകൻ തിരിച്ചു വരുമെന്ന് കാത്തിരിക്കുന്ന നുസൈബ റളിയല്ലാഹു അൻഹയുടെ അടുക്ക് പ്രവാചകൻ ആളയക്കുകയാണ്. മകൻ ഇങ്ങനെ മരണപ്പെട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ, ഷഹീദായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ ഉമ്മ പറയുന്ന വാക്കുണ്ട്, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, എന്റെ മകന് അതിനു വേണ്ടി തന്നെയാണ് ഞാൻ വളർത്തിയത്. അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി തന്നെയാണ് എന്റെ മകനെ ഞാൻ വളർത്തിയത്. അതെ, ആ ഈമാനുള്ള ഉമ്മയുടെ മനസ്സിൽ അവിടെ പ്രയാസമല്ല. ഏതൊരു ഉമ്മയും ഒരു മകൻ മരിച്ചെന്ന വാർത്ത കേൾക്കുമ്പോ പൊട്ടിത്തെറിച്ചു പോകും, തകർന്ന് തരിപ്പണമാകുമെങ്കിൽ ആ ഉമ്മ അൽഹംദുലില്ലാ എന്ന് പറയുന്നു, എന്റെ മകൻ സ്വർഗത്തിലേക്കാണല്ലോ പോയതെന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിക്ക് ഈ 3 ഗുണങ്ങളുണ്ടെങ്കിൽ അവന് ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇങ്ങനെ യഥാർത്ഥ ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയുന്ന, അങ്ങനെ ഈമാനോടുകൂടി മരണപ്പെടാൻ കഴിയുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ പടച്ച റബ്ബ് നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്.
സല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ജീവിതത്തിൻ്റെ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു വിശ്വാസിയെ കൊണ്ട്, അവൻ്റെ വിശ്വാസം കൊണ്ട് അവന് ആ വിശ്വാസത്തിൻ്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയുന്ന പോലെ തന്നെ ഒരു വിശ്വാസിയെ കണ്ട് സമൂഹത്തിനും ഒരുപാട് ഗുണങ്ങളും നേട്ടങ്ങളും ഉണ്ടെന്ന് നമുക്കറിയാം. നിസ്വാർത്ഥമായി ദുനിയാവിൻ്റെ ഒരു നേട്ടവും ആഗ്രഹിക്കാതെ പ്രിയപ്പെട്ടവരെ ആർക്ക് മാത്രമാണ് സേവനം ചെയ്യാൻ കഴിയുക? ഒരു യഥാർത്ഥ വിശ്വാസിക്ക് മാത്രമേ കഴിയുള്ളൂ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത ഖലീഫയായ സമയത്ത് തൻ്റെ പ്രിയപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ഈ മദീന വിട്ട് പോകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപ്പാടുകളുള്ള ആ ഓർമ്മകൾ തുളുമ്പുന്ന ഈ മണലിൽ, ഈ മദീനയിൽ നിൽക്കാൻ എനിക്ക് സാധ്യമല്ലെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ആ നാട് വിടാൻ നിൽക്കുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാ, പോകരുത്, ഇവിടെ നിൽക്കണം, ഖലീഫയാണ്. മാത്രല്ല ക്രൂരമായ മർദ്ദനങ്ങളേറ്റ് ഉമയ്യത്തിന്റെ കയ്യിൽ നിന്ന് ചോദിച്ച പണം കൊടുത്ത് തന്നെ മോചിപ്പിച്ച ആളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ എന്നെ മോചിപ്പിച്ചത് നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ജീവിക്കാനാണെങ്കിൽ ഈ ബിലാൽ ഇവിടെ നിൽക്കാം. അല്ല, അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണ് ഉമയ്യത്ത് ചോദിച്ച പണം കൊടുത്ത് നിങ്ങൾ എന്നെ മോചിപ്പിച്ചതെങ്കിൽ എന്നെ പോകാൻ അനുവദിക്കണം. ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, താങ്കൾക്ക് പോകാം. പ്രിയപ്പെട്ടവരെ, അവർക്ക് നിസ്വാർത്ഥമായ 4 പുരുഷ അടിമകളെയും 4 സ്ത്രീ അടിമകളെയും ചോദിച്ച പണം കൊടുത്തിട്ട് മോചിപ്പിച്ചത് എന്തിനു വേണ്ടിയാ? അവരുടെ ഈമാനാണ്. ഈ ദുനിയാവിൽ ഒരു നേട്ടം ആഗ്രഹിച്ചില്ല, അള്ളാഹുവിന്റെ തൃപ്തിയും പ്രതിഫലവും മാത്രം ആഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, സമൂഹത്തിന് ഈ ദുനിയാവിന്റെ ഒരു ഗുണവും ആഗ്രഹിക്കാതെ അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നന്മ ചെയ്യാൻ വിശ്വാസികൾക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഏത് നിമിഷവും അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി പോകേണ്ടവരാണ് നമ്മൾ. നമ്മുടെ നിഴലായി നമ്മുടെ കൂടെ നമ്മുടെ മരണമുണ്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. 2 ദിവസം മുമ്പ് ഞങ്ങളുടെ അടുത്തുള്ള ഒരു സഹോദരൻ ഗൾഫിൽ നിന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച ചൊവ്വാഴ്ച വന്ന് അവരൊരു ബൈക്കെടുത്ത് മിനിയാന്ന് രാത്രി ബൈക്ക് ആക്സിഡന്റ് ആയി അവൻ മരണപ്പെട്ടു. 4 ചെറിയ മക്കളാണുള്ളത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു 40-41 വയസ്സായ എൻ്റെ സുഹൃത്ത് ഡോക്ടർ പെട്ടെന്ന് മരണപ്പെട്ടു. ഏതാനും ദിവസങ്ങൾക്ക് കൊണ്ട് നമ്മൾ 2 സഹോദരങ്ങൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ മരണപ്പെടുന്നു. ഒരാളുടെ വീട് പണി ഏകദേശം പൂർത്തീകരിക്കാനായി എന്ന് പറയുന്നു, ഒരാളുടെ തറയിട്ടുണ്ടെന്ന് പറയുന്നു. ഇങ്ങനെ പെട്ടെന്നുള്ള മരണങ്ങൾ നമ്മൾ കാണാറുണ്ട്. നമ്മൾ നമ്മുടെ റബ്ബിനോട് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, പെട്ടെന്നുള്ള ബാധ്യതകളൊന്നും പൂർത്തീകരിക്കാതെ ഒരുപാട് ബാധ്യതകൾ ബാക്കി വെച്ചുകൊണ്ട് ഒരുപാട് ആളുകളുടെ ഇണങ്ങിയും പിണങ്ങിയൊക്കെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്നുള്ള മരണം ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ എന്ന് വിശ്വാസി എപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് രോഗശൈലിയിൽ കിടന്നുകൊണ്ട് ഓർമ്മയില്ലാതെ മറ്റുള്ളവർക്കൊക്കെ ഭാരമായിക്കൊണ്ട് അങ്ങനെ കിടക്കുന്നൊരവസ്ഥയിൽ മരണപ്പെടുന്ന, അങ്ങനെ കുറേ കാലം മറ്റുള്ളവർക്കൊക്കെ പ്രയാസവും ബുദ്ധിമുട്ടായി ഈ മരണങ്ങളൊക്കെ തൊട്ടൊക്കെ നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മിലേക്കും ഏത് നിമിഷവും അള്ളാഹു നിശ്ചയിച്ച ഒരു കൃത്യമായ ആ സമയത്തിയാൽ ആ മരണം നമ്മുടെ ആ സുഹൃത്തുക്കളും സഹോദരങ്ങളൊക്കെ പോയതുപോലെ നമ്മിലേക്കും ആ മരണം കടന്നു വരാം. ആ മരണം കടന്നു വരുന്ന സമയത്ത് ഇതുപോലെ പെട്ടെന്നുള്ള ബാധ്യതകളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ റാഹത്തായ ഒരു മരണം കൈവരിക്കുവാൻ, അങ്ങനെ റബ്ബിനോട് നിതാ പ്രാർത്ഥിക്കുന്നതിന് നമ്മൾ എന്ത് വേണം? പ്രിയപ്പെട്ടവരെ, ഈ ഈമാൻ, യഥാർത്ഥ വിശ്വമൻ ആമന ബില്ലാഹ്, അള്ളാഹുവിലുള്ള ആ വിശ്വാസം അടിയുറച്ചതാകണം. പ്രിയപ്പെട്ടവരെ, ആ വിശ്വാസത്തിന്റെ യഥാർത്ഥ മാധുര്യം നമുക്ക് അനുഭവിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ 3 ഗുണങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ദൃഢനിശ്ചയം ചെയ്യണം. എന്തിനു വേണ്ടി? റാഹത്തായ ഒരു മരണം കൈവരിക്കാൻ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ റസൂലുള്ള പഠിപ്പിച്ച, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആ ഗുണങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ദൃഢനിശ്ചയം ചെയ്യുകയും അങ്ങനെ റബ്ബിനോട് നിതാ പ്രാർത്ഥിക്കുകയും
അങ്ങനെ ഈമാനോട് കൂടിയ റാഹത്തായ ഒരു മരണം കൈവരിക്കുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരായ വിശ്വാസികളിൽ പടച്ചറബ്ബ് നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പടച്ചറബ്ബ് പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. നമുക്ക് മുമ്പേ നമ്മിൽ നിന്ന് വിട പറഞ്ഞ നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, പണ്ഡിതന്മാർ, നേതാക്കൾ, അങ്ങനെ നമ്മിൽ നിന്ന് വിട പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം പടച്ചറബ്ബേ അവർക്ക് പുറത്തു കൊടുക്കുകയും അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണേ തമ്പുരാനെ. നാളെ മഹ്ശറ ലോകത്ത് ഒരു ചാൺ മുകളിൽ സൂര്യൻ കത്തിജ്വലിക്കുമ്പോൾ യാനഫ്സി യാനഫ്സി എന്ന് പറഞ്ഞ് മനുഷ്യൻ നെട്ടോട്ടമോടുന്ന സമയത്ത് അർഷിന്റെ തണൽ ലഭിക്കുന്ന ആ മഹാഭാഗ്യവാന്മാരിൽ നാഥ ഞങ്ങളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ആ മഹ്ശറ ലോകത്ത് റബ്ബേ നിന്റെ കോടതിയിൽ വിചാരണയിൽ തോറ്റവരായിക്കൊണ്ട് ഭീകരമായ, സഹിക്കാൻ കഴിയാത്ത, വേദനാജനകമായ, അപമാനകരമായ ആ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളേവരെയും കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ആ വിചാരണയിൽ വിജയിച്ചവരായിക്കൊണ്ട് നിന്റെ ഉന്നതമായ സ്വർഗീയ പൂങ്കാവനത്തിലേക്ക് നടന്നെടുക്കുന്ന മഹാഭാഗ്യവാന്മാരായ വിശ്വാസികളുടെ കൂട്ടത്തിൽ നാഥ ഞങ്ങളേവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങളെ രോഗങ്ങൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആ സഹോദരങ്ങളുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. ലോകത്തിന്റെ നാനാഭാഗത്ത് വിശ്വാസിയായി എന്ന ഒരൊറ്റ കാരണത്താൽ പീഡനങ്ങളും യാതനകളും അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് ക്ഷമിക്കാനും സഹിക്കാനുമുള്ള ഈമാനിക ശക്തി നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവർക്കെതിരെ അക്രമം അയച്ചുവിടുന്ന അക്രമികൾക്കെതിരെ അവരുടെ കുതന്ത്രങ്ങളെ നീ നശിപ്പിക്കുകയും അവർക്കെതിരെ അവരുടെ അക്രമങ്ങളെ തിരിച്ചുവിടുകയും ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر لنا ولإخوان الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل وسلم على نبينا محمد والحمد لله رب العالمين.